ദുൽഖർ സൽമാൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഒരുപാട് നിങ്ങൾക്കറിയാം പോസ്റ്റേഴ്സും ടീസേഴ്സ് ട്രെയിലേഴ്സ് അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ വേഫെയർ ഫിലിംസിൻ്റെ സിനിമകളും ഒരുപാട് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൽ ആദ്യം വന്നിരിക്കുന്ന നമ്മുടെ നസ്ലേനും കല്യാണിയും നായികന്മാരായി ഒരു സ്ട്രേഞ്ച് കോംബോ അല്ലേ. ഇവരുടെ ഒരു വരാൻ പോകുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വേഫെയറാണ്. അപ്പോൾ ലോക്ക എന്നാണ് ആ സിനിമയുടെ പേര്. അതിൻ്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ടീസറിലേക്ക് കിടക്കാം. കല്യാണി ചന്ദ്ര ലോക പാർട്ട് 1 ചന്ദ്ര എന്നാണ് പേര്. ഇടയുള്ള ഒരു തങ്കുവ അത് ബാക്ക് സ്റ്റോറി ആയിരിക്കാം. ചന്ദ്ര ശരിക്കും സൂപ്പർ ഹീറോ ആണോ? ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഓണം ഒരുപാട് സിനിമകളിൽ ലോക്കായിട്ടുണ്ട്. അപ്പോൾ നൈസല്ലേ, ടീസർ അടിപൊളിയാണ്. ഈ ടീസറിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഇതിൻ്റെ കളറിങ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻസ് പ്രവർത്തിച്ചു വരെ നോക്കാം. റൈറ്റർ ഡയറക്ടർ ഡൊമിനിക് അരുണാണ്. വേഫെയർ ഫിലിംസ് പ്രൊഡക്ഷൻ. നിമിഷ് രവിയുടെ ഛായാഗ്രഹണം. സൂപ്പർ സീനുകൾ കാണുമ്പോൾ തന്നെ ഒരു നമുക്കറിയില്ലേ ഒരു ഹോളിവുഡ് ലെവൽ ആ ഒരു കളറിങ് ഒക്കെ വന്നിട്ടുണ്ട്. എഡിറ്റർ പിന്നെ ചമൻ ചാക്കോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ. മ്യൂസിക് കമ്പോസർ ജേക്സ് ബിജോയ് പെർഫെക്റ്റ്. അപ്പോൾ എല്ലാവരും നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു ടീമാണ് ഇതിന് പുറകിൽ. മേക്കപ്പ് റോണക് സേവിയർ. നമുക്ക് നേരെ കളറിസ്റ്റിലേക്ക് പോകാം. DI കളറിസ്റ്റ് യാഷിക റോട്ട്രേ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ടീസറിൽ അത് കാണാനുണ്ട്. DI സ്റ്റുഡിയോ, കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ്, വിഷ്വൽ എഫക്ട്സ് ലിറ്റിൽ ഹിപ്പോ സ്റ്റുഡിയോസ്. എന്താണ് ആ ഒരു എയറിൽ നിൽക്കുന്ന ഒരു സീനും അതുപോലെ തന്നെ ആ നടന്നു വരുന്ന സീനുകളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്. വിഷ്വൽ എഫക്ട്സ് അനിമേഷൻ യൂണിയൻ സ്റ്റുഡിയോ കൊള്ളാം. അപ്പോൾ ഇതൊരു സൂപ്പർ ഹീറോ മലയാളത്തിൽ അങ്ങനെ ലേഡി സൂപ്പർ ഹീറോ സിനിമകൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അക്കാര്യത്തിൽ ഇത് ആദ്യത്തെ സിനിമയായിരിക്കാം ലേഡി. അതുപോലെ ആക്ഷൻ കൊറിയോഗ്രാഫി പറയുന്നുണ്ട്. ആക്ഷൻ കൊറിയോഗ്രാഫർ യാനിക് ബെൻ. യാനിക് ബെൻ റൈസ് അതുപോലെ തന്നെ റേസ് 2 ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. വിദ്യുത് ജംവാലിൻ്റെ ഒരു മൂവി ചെയ്തിട്ടുണ്ട് യാനിക് ബെൻ. അതുപോലെ തന്നെ പുലിമുരുകനിൽ അദ്ദേഹം ക്ലൈമാക്സിലാന്ന് തോന്നുന്നു ഒരു സീനിൽ അദ്ദേഹം വന്ന് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു ജിംനാസ്റ്റാണ്. എല്ലാവർക്കും അറിയാം, ഒരു ഫ്രഞ്ച് ജിംനാസ്റ്റാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുന്ന ആളാണ്. അപ്പോൾ മൊത്തത്തിൽ ടീസർ അടിപൊളിയാണ്. നമ്മൾ കാണുന്ന ഒരു സാധാരണ മലയാള സിനിമ അല്ല എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ക്ലീഷയെന്ന് മാറിയിട്ട് ഇതൊരു സാധാരണ മലയാള സിനിമ ടീസർ പോലെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത് ഇതൊരു ബാക്ക് സ്റ്റോറി ആയിരിക്കാം. ആരുടെ കല്യാണിയുടെ ബാക്ക് സ്റ്റോറി ആയിരിക്കാം. അപ്പോൾ ആക്ഷൻ രംഗങ്ങളോ അതൊക്കെ നൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എങ്ങനെയാണ്, സ്ക്രീനിലേക്ക് എങ്ങനെ വരുവാണെന്ന് നമുക്ക് സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. വളരെ ഓണത്തിന് അതുപോലെ തന്നെ ഹൃദയപൂർവ്വം വരുന്നുണ്ട്. ഇതുപോലെയുള്ള നല്ല സിനിമകളുടെ ഒരു സമയമാവട്ടെ ഓണം എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾ ടീസർ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ എനിക്ക് ആ കളർ ഈ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ ആക്ഷൻ ബ്ലോക്കുകൾ ഇഷ്ടമായിട്ട് വന്നിട്ട് പിന്നെ ഒരു പെയറിങ്ങിലുള്ള ഒരു സ്ട്രേഞ്ച് അതൊരു കൗതുകമുണ്ട്. നസ്ലേൻ കല്യാണി എന്നുള്ള പെയറിങ്ങിൽ തന്നെ ഒരു കൗതുകമുണ്ട്. അപ്പോൾ സിനിമ നന്നാവട്ടെ. അത് ഓണത്തിന് നമുക്ക് കാണാം. താങ്ക് യു.